മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 വത്തിക്കാനിൽ ആരംഭിക്കുക. ഇപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. പ്രദീപ് ജോസഫ് വിവരങ്ങൾ പങ്കുവയ്ക്കും. പ്രദീപ്, സമയം ഇനി വളരെ കുറച്ചാണ് അവശേഷിക്കുന്നത് ആ ചടങ്ങിലേക്ക് കടക്കാൻ. ഇപ്പോൾ എന്തൊക്കെയാണ് വത്തിക്കാനിൽ സംഭവിക്കുന്നത്? നേതാക്കളുടെയൊക്കെ ഒരു സാന്നിധ്യം എങ്ങനെയായിരിക്കും? ദിവിഷേ, വത്തിക്കാൻ ചത്തുരത്തിൽ മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കേണ്ട മുതിർന്ന കർദിനാൾമാർ ഉൾപ്പെടെയുള്ളവർ ഈ മൃതദേഹം പേടകം കിടത്തിയിരിക്കുന്ന വേദിക്കരികിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. ഇവർക്ക് ഓരോരുത്തർക്കും ഇരിക്കുന്നതിന് നിശ്ചിത സ്ഥലങ്ങളും മറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർദിനാൾമാരെ കൂടാതെ വിവിധ സഭകളുടെ പ്രതിനിധികൾ, അങ്ങനെ വിവിധ സംഘങ്ങളുടെ പ്രതിനിധികളായുള്ള കർദിനാൾമാർ ഉൾപ്പെടെയാണ് ഈ ചത്തുരത്തിലെ പ്രധാന വേദിയിൽ ഉള്ളത്. മാർപ്പാപ്പയുടെ മൃതശരീരം കിടത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ കിടത്തിനേക്കാൾ അല്പം കൂടി താഴ്ന്ന ഒരു തലത്തിലാണ്. അതായത് പാവപ്പെട്ടവർക്കൊപ്പം നിന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് സംസ്കാര ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മദർ മേരി മേജർ ബസിലിക്കയിൽ സംസ്കരിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം കൂടി പരിഗണിച്ചാണ് അവിടെ സംസ്കാര ശുശ്രൂഷകൾ മാറ്റിയിരിക്കുന്നത്. ഇന്ത്യൻ സമയം 1:30 മണിക്കായിരിക്കും ഈ സംസ്കാര ശുശ്രൂഷകളുടെ രണ്ടാം ഘട്ടം തുടങ്ങുക. ആദ്യഘട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മുറിയിൽ തുടങ്ങിയിരുന്നു. രണ്ടാം ഘട്ടം വത്തിക്കാൻ ചത്തുരത്തിൽ, തുടർന്ന് അവിടെ നിന്ന് പ്രദക്ഷിണമായി ഏതാണ്ടൊരു 3 കിലോമീറ്റർ അകലെയുള്ള സെയിൻറ്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു തികച്ചും സ്വകാര്യമായ ചടങ്ങായിട്ടാണ് ഈ സംസ്കാര ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കേവലം 50-ൽ താഴെ കർദിനാൾമാർ ഉൾപ്പെടെ 50-ൽ താഴെ ആളുകൾക്ക് മാത്രമായിരിക്കും അവിടേക്ക് പ്രവേശനം അനുവദിക്കുക. ഈ സെയിൻറ്റ് മേരി മേജർ കത്തീഡ്രലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മാർപ്പാപ്പ ഇറ്റലിക്ക് പുറത്ത് എവിടേക്കെങ്കിലും പോകുമ്പോൾ ഈ കത്തീഡ്രലിൽ എത്തി പ്രാർത്ഥിച്ച ശേഷമായിരുന്നു പോവുക. മാത്രവുമല്ല, അവിടെ ഉള്ള പാവപ്പെട്ടവരായ ആളുകളോട്, അതായത് തടവുകാരുടെ പ്രതിനിധികളും മറ്റുമായുള്ള അല്ലെങ്കിൽ അശരണരായ ആളുകളോട് സന്ദർശനം നടത്തി അവരോട് സംസാരിച്ച ശേഷമായിരുന്നു അദ്ദേഹം പോവുക. അതുകൊണ്ടുകൂടിയായിരിക്കാം തൻ്റെ കാലശേഷം മൃതദേഹം ഇവിടെ സംസ്കരിക്കണമെന്ന് ഒരുപക്ഷെ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറഞ്ഞത്. മൃതദേഹം ഈ സെയിൻറ്റ് മേരി മേജർ ബസിലിക്കയിൽ എത്തിക്കുമ്പോൾ അവിടെ ഏറ്റുവാങ്ങുന്നത് വിവിധ വിഭാഗങ്ങളുടെ, അതായത് മുൻപ് സൂചിപ്പിച്ചതുപോലെ അശരണരായ, ഒപ്പം ജയിൽവാസികളുടെ, കൂടാതെ അന്തേവാസികളായ ആളുകളുടെ, ഇത്തരക്കാരായ ആളുകളുടെ 40 പേരടങ്ങുന്ന പ്രതിനിധികൾ ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങുക. വെള്ള റോസാപ്പൂക്കൾ കൈമാറിക്കൊണ്ടാണ് മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. മൃതദേഹം അവിടെ ഈ സെയിൻറ്റ് മേരി മേജർ ബസിലിക്കയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഏതാണ്ടൊരു 1-1.5 മണിക്കൂർ കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമാകും ബറിയൽ ശുശ്രൂഷകൾ, അതായത് ശരിക്കും സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാവുക. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾ ഇന്ന് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി വത്തിക്കാനിൽ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളായി ഏതാണ്ട് 170ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അവരിൽ 50-ലധികം പേർ രാഷ്ട്രത്തലവന്മാർ തന്നെയാണ്. പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് 50-ലധികം പേർ. കൂടാതെ 10-15 രാജകുടുംബാംഗങ്ങളും എത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു തലസ്ഥാനമായി ഇന്നൊരു ദിവസം വത്തിക്കാൻ മാറുന്നു എന്ന് തന്നെ പറയാം. കാരണം ഒരു വ്യാഴവട്ടക്കാലം കത്തോലിക്ക സഭയെ നയിച്ച മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ലോകം ഇന്ന് വത്തിക്കാൻ ചത്തുരത്തിൽ ഒത്തുകൂടുന്നത്. ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ, ഇന്ത്യൻ സമയമനുസരിച്ച് അരമണിക്കൂറിനുള്ളിൽ സംസ്കാര ശുശ്രൂഷകളുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയായി. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വിശ്വാസികൾ ഒന്നടങ്കം ലോകത്താകമാനമുള്ള വിശ്വാസികൾ പ്രിയപ്പെട്ട പാപ്പയ്ക്ക് യാത്രാമൊഴിയേകുകയാണ്. അപ്പോൾ ഇതിന് മുന്നോടിയായി വിശുദ്ധ പത്രോസിന്റെ ദേവാലയത്തിൽ നടന്ന പൊതുദർശന ചടങ്ങുകൾ ഇന്ത്യൻ സമയം 11 മണിയോടുകൂടി അവസാനിച്ചു. വത്തിക്കാനിൽ നിന്ന് ഡോക്ടർ ജോസ് ഫിലിപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇവിടെ ഇന്ന് രാവിലെ വളരെ കർക്കശമായിട്ടുള്ള നിബന്ധനകളും സെക്യൂരിറ്റി റീസൺസും കാരണം നമ്മൾക്ക് ഈ പ്രദേശത്തേക്ക് ഒന്നും വണ്ടികൾ വരുവാൻ സാധിക്കുകയില്ല. പ്രസ്, മീഡിയ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകൾ കൂടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 120 രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡെലഗേഷൻസ് ഉണ്ട്. അവരെല്ലാവരും കൊണ്ട് വളരെ ട്രാമ്പ് വന്നിട്ടുണ്ട്, നമ്മളുടെ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ് വന്നിട്ടുണ്ട്, അതുപോലെയുള്ള വലിയ വ്യക്തികളൊക്കെ വന്നിട്ടുണ്ട്. വിശ്വാസികൾക്ക് എല്ലാവർക്കും ഇതിനകത്ത് നിന്ന് കയറുവാൻ സാധിക്കത്തില്ല. കാരണം അതുപോലെയുള്ള കർശനമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. വത്തിക്കാനിൽ നിന്ന്